നമസ്കാരം. ട്രൂ കോളർ ആരംഭിക്കുന്നു. ഇന്ന് CPI നേതാവ് KJ ഷൈൻ ടീച്ചറാണ് നമ്മോടൊപ്പം ഉള്ളത്. സ്വാഗതം. കഴിഞ്ഞ ദിവസം പാർട്ടിയുടെ പഠന കോൺഗ്രസിൽ പങ്കെടുത്തിട്ടാണ് അതിനുശേഷമാണ് നമ്മൾ ഈ സംസാരം നടത്തുന്നത്. പാർട്ടി കോൺഗ്രസിലെ പ്രധാനപ്പെട്ട ഒരു വാക്യം എന്ന് പറയുന്നത് വളർച്ചയ്ക്ക് തുടർച്ച വേണമെന്നുള്ളതാണ്. വളർച്ചയ്ക്ക് തുടർച്ച വേണമെന്ന് നമ്മൾ പറയുമ്പോൾ തന്നെയും ഇപ്പോൾ KJ ഷൈൻ ടീച്ചർ ഞാൻ തമ്മിൽ ഈ ക്യാമറയ്ക്ക് മുമ്പിലല്ല ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു പാർട്ടിയുടെ നേതാവിനോട് അനൗപചാരികമായിട്ടിരുന്ന് സംസാരിക്കുമ്പോൾ തുടർച്ചയ്ക്ക് സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ പറയുന്ന ഉത്തരം എന്ന് പറയുന്നത് അത്രമേൽ ആത്മാർത്ഥമായിട്ടുള്ളൊരു ഉത്തരമായിരിക്കും. ആ ആത്മാർത്ഥമായ ഉത്തരത്തിൽ വികസനത്തിൻ്റെ കണക്കുകൾ അങ്ങനെ നിരത്തി വയ്ക്കുകയോ ഒന്നും ചെയ്യില്ല. മറിച്ച് ഗ്രൗണ്ട് റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് സംസാരിക്കും. അങ്ങനെ ഗ്രൗണ്ട് റിയാലിറ്റിയിൽ നിന്ന് സംസാരിക്കുന്ന ഒരു KJ ഷൈൻ ടീച്ചറെ ഇപ്പോൾ പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ഒരു തുടർച്ച വേണം എന്നുള്ള താല്പര്യം പാർട്ടിക്കാരിയായുള്ള ഷൈൻ ടീച്ചർക്ക് മാത്രമാണ് ഉണ്ടാവുക എന്ന് ഞാൻ കരുതുന്നില്ല. വികസനത്തിനൊരു തുടർച്ച വേണം, അല്ലെങ്കിൽ ക്ഷേമ പ്രവർത്തനങ്ങൾ സ്ഥായിയായും വളർച്ചയിലേക്കും പോകണം എന്നാഗ്രഹിക്കാത്ത ഏത് മനുഷ്യരാണ് ഒരു സമൂഹത്തിലുണ്ടാവുക? കേരള സമൂഹത്തിൽ മാത്രമല്ല, ഏത് സമൂഹത്തിലും. അല്ലെങ്കിൽ രാഷ്ട്രീയം എന്തിനുള്ളതാണ്? രാഷ്ട്രീയ പ്രവർത്തനം എന്തിനു വേണ്ടിയായിരിക്കണം? അതൊരു സമൂഹത്തിൻ്റെ സ്ഥായിയായ വളർച്ചയ്ക്കും വികസനത്തിനും ഒക്കെ വേണ്ടിയായിരിക്കണം. കേരളം മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും ഒട്ടേറെ വ്യത്യസ്തമാണ്. കേരളം ചെറുതായിരിക്കാം, പക്ഷേ അതിൻ്റെ വളർച്ചയും അതിൻ്റെ പ്രവർത്തന പാരമ്പര്യവും വെച്ച് നോക്കിയാൽ അത് വലിയ കേരളമാണ്. ആ വലിയ കേരളത്തിന് ഇനിയും വളർച്ച ഉണ്ടാകണം എന്നല്ലേ സാധാരണ മനുഷ്യർ ആഗ്രഹിക്കുക. പക്ഷേ താങ്കൾ ആ ഇൻട്രോയിൽ സൂചിപ്പിച്ചൊരു സംശയം അല്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തത് ഗ്രൗണ്ട് റിയാലിറ്റി എന്നാണ് പറഞ്ഞത്. ഈ ഗ്രൗണ്ട് റിയാലിറ്റിയെ ക്രിയേറ്റ് ചെയ്യുന്നു കേരളത്തിൽ എന്നുള്ളതാണ്. ഗ്രൗണ്ട് റിയാലിറ്റി എങ്ങനെയാകണം എന്ന് മീഡിയയെ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യരുടെ മനസ്സ് അല്ലെങ്കിൽ അവരുടെ ചിന്ത. ആ ചിന്തയെ ഏത് തരത്തിലേക്ക് മനുഷ്യരെ ചിന്തിപ്പിക്കണം എന്നുള്ള രീതിയിലേക്ക് മീഡിയ ഉപയോഗിച്ച് വലിയ തോതിലുള്ളൊരു അട്ടിമറി ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഇന്നലെ ഒരു വിഷയം നമ്മൾ കേരളം ചർച്ച ചെയ്തു. എന്താ? ആലപ്പുഴയിലൊരു സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് എന്താ പറയുക, ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് കത്രിക കണ്ടെടുത്ത വിഷയവുമായി ബന്ധപ്പെട്ട് പ്രശ്നമായി. ആ പ്രശ്നത്തെ നമ്മൾ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? അല്ലെങ്കിൽ അത്തരം ചില പാകപ്പിഴകളെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം? അത് ഒരു പൊതു സെക്ടറിനെ മൊത്തത്തിൽ മോശമാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഈ ഒരു വിഷയത്തെ എടുത്തു കാണിക്കുക. അതിന് ഉത്തരവാദികൾ CPIയും കൂടിയല്ലേ? കാരണം ഇതിനു മുൻപ് പ്രതിപക്ഷമായിരുന്നപ്പോഴും ഇതിന് സമാനമായിട്ടുള്ള ഒറ്റപ്പെട്ടതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാസ്റ്റർ പറയുന്നത് പോലുള്ള സംഭവങ്ങളെ പ്രതിപക്ഷത്ത് CPM ഇരിക്കുമ്പോഴും LDF ഇരിക്കുമ്പോഴും അത്തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങളെ സിസ്റ്റത്തിൻ്റെ വലിയ തകർച്ചയായിട്ട് ചിത്രീകരിച്ചിട്ടുള്ള അങ്ങനെ ഒരു പ്രവർത്തന രീതി ഇരു മുന്നണികളും ഉണ്ടാക്കിക്കൊണ്ടുവന്നുകൊണ്ടല്ലേ ഈ സംഭവം നടക്കുന്നത്. അതിലെന്താണെന്നറിയോ, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു വിദ്യാഭ്യാസ പ്രവർത്തക എന്നുള്ള നിലയ്ക്ക്, അധ്യാപിക എന്നുള്ള നിലയ്ക്ക് ഞാനൊരു അധ്യാപക പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. KST എന്ന് പറയുന്ന അധ്യാപക പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. ഞങ്ങൾ 2002 32 ദിവസം ശമ്പളം കളഞ്ഞ് പണിമുടക്കിയിട്ടുണ്ട്. ആ പണിമുടക്കിൻ്റെ കാരണം എന്താ? കാരണം 2300ഓളം വരുന്ന പൊതുപള്ളിക്കൂടങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് അടച്ചുപൂട്ടണമെന്നാണ് ഗവൺമെൻറ് തീരുമാനിച്ചത്. അല്ലെങ്കിൽ ഇനി ആരെയും PSC നിയമനങ്ങളില്ല, നിയമന നിരോധനമാണ്. കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ ഒരൊറ്റ ദിവസം കൊണ്ട് കട്ട് ചെയ്യുകയാണ്. പൊതുമേഖല വേണ്ട എന്ന് വെക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള കേരളം നേടിയിട്ടുള്ള നേട്ടങ്ങളെ പിറകോട്ട് വലിക്കുന്ന തരത്തിലുള്ള ഒരു പരിപ്രേക്ഷ്യം നടപ്പിലാക്കാൻ കേരളത്തിൽ ശ്രമിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. താങ്കൾ പറഞ്ഞൊരു കാര്യം, അന്ന് ഇതേപോലെ പ്രതികരിച്ചിട്ടുണ്ട്. അന്ന് സിസ്റ്റമേ ഉണ്ടായിരുന്നില്ല. സിസ്റ്റമേ ഇല്ലാത്തൊരു സ്ഥാനത്ത് കുറേ ആളുകൾ പൊതു സംവിധാനത്തെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പോലും ഇല്ലാത്തൊരു കാലത്ത് അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്നതല്ലല്ലോ. ഇന്ന് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫാമിലി ഹെൽത്ത് സർവേ ആണെങ്കിലും ഹെൽത്ത് ക്വാളിറ്റി ഇൻഡെക്സ് ആണെങ്കിലും ഇതൊക്കെ മുന്നോട്ട് വയ്ക്കുന്നത് കേരളം വളരെ മികച്ച രീതിയിൽ പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ ആ താരതമ്യം വരുന്നത് ഇതര സംസ്ഥാനങ്ങളുമായിട്ടുള്ള താരതമ്യം ചെയ്തുകൊണ്ടാണ്. അതായത് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ കേരളം എന്താ മുന്നിൽ എന്നുള്ളതിൽ അപ്പുറത്തേക്ക് പോകുന്ന ഒന്നാണ് ഇടതുപക്ഷ പാർട്ടികളുടെ നയം എന്ന് പറയുന്നത്. വികസനത്തെ സംബന്ധിച്ചിട്ട് ആ അടിസ്ഥാനത്തിലുള്ള വികസനം ഉണ്ടാകുന്നുണ്ടോ? നമ്മളെപ്പോഴും ഇതര സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്തിട്ട് കേരളത്തിൻ്റെ വികസനത്തിനെ ഒന്നാം സ്ഥാനത്ത് നിർത്തുന്നു. അങ്ങനെ പ്രതിഷ്ഠിക്കാനുള്ള ഒന്നല്ല, മറിച്ച് ആ താരതമ്യങ്ങൾക്ക് ഉപരിയായിട്ട് താരതമ്യങ്ങൾ മാറ്റി നിർത്തിയിട്ട് കേരളത്തിന് സവിശേഷമായിട്ടുള്ള ഒരു വികസനത്തിലേക്ക് പോകാൻ LDFന് സാധിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ. നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളുമായി ചില അവസരത്തിൽ കമ്പയർ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇന്ത്യയുടെ ഒരു ഭാഗമാണ് കേരള സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് നമ്മൾ മൊത്തത്തിൽ രാജ്യത്തിൻ്റെ വികസനം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടൊരു കമ്പാരിസൺ മറ്റ് സ്റ്റേറ്റുമായിട്ട് വരും. പക്ഷെ നമ്മൾ ഇന്ന് കേരളത്തെ കമ്പയർ ചെയ്യുന്നത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചല്ല.
മറിച്ചിപ്പോൾ ഹെൽത്തിൻ്റെ കാര്യത്തിൽ തന്നെ 1000 സ്ത്രീകൾ പ്രസവിക്കുമ്പോൾ അമേരിക്കക്കാരിയായിട്ടുള്ള 1000 സ്ത്രീകൾ അമേരിക്കക്കാരികളായിട്ടുള്ള 1000 അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുമ്പോൾ 5.6 കുഞ്ഞുങ്ങൾ അവിടെ മരണപ്പെടുന്നു. കേരളത്തിലത് 5 എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുന്നത് അമേരിക്കയുമായിട്ടാണ്. അല്ലെങ്കിൽ നമ്മളുടെ സ്പാൻ ഓഫ് ലൈഫ് അത് നമ്മൾ കമ്പയർ ചെയ്യുന്നത് മറ്റ് വികസിത രാജ്യങ്ങളുമായിട്ടാണ്. എങ്ങനെയാണ് കഴിഞ്ഞ UDFൻ്റെ കാലത്ത് എന്തായിരുന്നു കേരളത്തിൻ്റെ ഹെൽത്ത് സെക്ടർ എങ്ങനെയായിരുന്നു, എഡ്യൂക്കേഷൻ സെക്ടർ എങ്ങനെയായിരുന്നു, പൊതു വ്യവസായ മേഖല എങ്ങനെയായിരുന്നു, നമ്മുടെ റോഡുകൾ എങ്ങനെയായിരുന്നു, മൊത്തത്തിൽ ഇങ്ങനെയല്ലേ അങ്ങനെയാണല്ലോ ജനങ്ങൾ ഓരോ ടേം അനുസരിച്ച് മുന്നണികളെ അധികാരത്തിൽ കയറ്റുന്നത്. കുറച്ചും കൂടി ഇവിടെ തന്നെ ഒരു കമ്പാരിസൺ നടത്തിയിട്ടാണല്ലോ. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലമായി അല്ലെങ്കിൽ ഒരു തുടർച്ച ഇടതുപക്ഷത്തിന് കിട്ടാൻ കാരണം എന്താ? കിട്ടാൻ കാരണം കുറേം കൂടിയും ബെറ്ററാണ്. ജനങ്ങൾക്ക് അവകാശങ്ങളുണ്ട്, അന്തസ്സായി ജീവിക്കാനുള്ള അവകാശമുണ്ട്. ആ അന്തസ്സായി ജീവിക്കാനുള്ള അവകാശത്തിലേക്ക് സമൂഹത്തെ ഉയർത്തണമെങ്കിൽ ഓരോരോ സെക്ടറിലും എന്തെല്ലാം ചെയ്യാൻ കഴിയും. അന്തസ്സായിട്ട് ജീവിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് ഷൈൻ ടീച്ചർ പറയുമ്പോൾ ഇത് നമ്മൾ ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്യുകയും പിന്നീട് സാമൂഹ്യ മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്യുകയും ചെയ്യുമ്പോൾ അന്തസ്സായിട്ട് ജീവിക്കാനുള്ള ആ വാക്കുകൾ എടുത്തു വെച്ചുകൊണ്ട് താഴെ വരാൻ സാധ്യതയുള്ളൊരു കമൻറ്റ് ഞാൻ ഉദ്ദേശിക്കുകയാണ്. അന്തസ്സായിട്ട് ജീവിക്കുന്നു, കത്രികമായിട്ട് ജീവിക്കുന്നു, ആജീവനാന്തം കത്രികമായിട്ട് ജീവിക്കുന്നു, ഇതാണോ അന്തസ്സ് എന്നൊക്കെ രീതിയിലുള്ള പ്രതികരണങ്ങൾ വന്നു വന്നേക്കാം. ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഷൈൻ ടീച്ചർ നേരത്തെ സൂചിപ്പിക്കുകയുണ്ട്, എന്താണ് ചർച്ച ചെയ്യേണ്ടത് അത് ചർച്ച ചെയ്യുന്നില്ല. സ്വാഭാവികമായിട്ടും കേരളത്തിലുണ്ടായിട്ടുള്ള വികസനം, LDFിലൂടെ ഉണ്ടായിട്ടുള്ള വികസനത്തെക്കുറിച്ചായിരിക്കും ടീച്ചർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷേ അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ജനതയുടെ മുമ്പിൽ അതിവൈകാരികമായിട്ടുള്ള വിഷയങ്ങൾ വരുന്നു. സ്വാഭാവികമായിട്ടും കത്രികയുമായിട്ട് 5 വർഷം ഒരു ഭരണ കാലയളവാണ് ഒരു സർക്കാരിൻ്റെ, ആ 5 വർഷം ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ മുകളിൽ ആലങ്കാരിക പദങ്ങൾ ചേർത്തുകൊണ്ട് അതിനെ വിശേഷിപ്പിക്കാനും പൊലിപ്പിക്കാനും പ്രതിപക്ഷത്തിന് സാധിക്കും. അങ്ങനെ സാധിച്ചില്ലെങ്കിൽ പോലും സാധാരണക്കാരായിട്ടുള്ള ഒരു വ്യക്തി, ഒരു ചായക്കടയിൽ ഇരിക്കുന്ന വ്യക്തിയോ ഒരു വീട്ടമ്മയോ ഒക്കെ ആ കത്രികയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വേദന ഉണ്ടാകുന്നു. ആ വേദന എന്ന് പറയുന്നത് അത് മൊത്തത്തിൽ ഈ ഒരു സിസ്റ്റത്തിൻ്റെ തകർച്ചയാണെന്ന് തോന്നിപ്പിക്കാം. അപ്പോൾ ഇത്തരം വിഷയങ്ങളെ പൈങ്കിളിവൽക്കരിച്ചുകൊണ്ട് മറ്റ് പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നു. അതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കുക CPIM? അപ്പോൾ അത് എനിക്കാണ് സംഭവിച്ചതെങ്കിൽ പോലും എനിക്ക് അതിൻ്റെ നീതി കിട്ടാനുള്ള റൈറ്റ് എനിക്കുണ്ട്. തീർച്ചയായിട്ടും അതിനെ തള്ളി ഇടതുപക്ഷത്തിൻ്റെ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിയോ ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം ആരാണോ ആ തെറ്റ് നമ്മൾ ഏത് സെക്ടറിലും തെറ്റുകളും പാകപ്പിഴകളും ഒക്കെ ഉണ്ടാവുന്നു. മനുഷ്യരാണ്. ഈ ഒരു സംഭവം ഉണ്ടാവുമ്പോൾ ഏതൊരു സ്ത്രീ ആവട്ടെ, അത് പ്രതിപക്ഷത്തിരിക്കട്ടെ ഭരണപക്ഷത്തുള്ള അവരുടെ അനുഭവമുള്ളവരാവട്ടെ, ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ ആ സമയത്ത് അവിടേക്ക് ആരോഗ്യമന്ത്രി കടന്നു വരികയാണെങ്കിൽ കണ്ടില്ലേ മിനിസ്റ്ററെ, ഇതാണോ ഇങ്ങനെ ഒരു ചോദ്യം വരും. ഈ ചോദ്യത്തെയാണ് സിസ്റ്റം എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുന്നത്. അതെ. അപ്പം അതിന് ഇപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വരിക എന്ന് പറഞ്ഞാൽ അവിടെ വൈകാരികതയായിരിക്കുള്ളൂ പ്രവർത്തിക്കുക. ഇപ്പം നമ്മൾ ആ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ വൈകാരികതയാണ് പലപ്പോഴും വോട്ടുകളായിട്ട് മാറുന്നത്. ഇപ്പോൾ അത് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർക്കുകയാണ്, കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സത്യത്തിൽ അവർ തന്നെയാണ്, അവർക്കൊരു ലക്ഷ്യം ഉണ്ടാവുക, അവർക്കൊരു അജണ്ട ഉണ്ടാവും, അവർക്കൊരു മാനിഫെസ്റ്റോ ഉണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതാത് പ്രദേശത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്നത് എന്താ? ഇപ്പോൾ കോൺഗ്രസ്സിന് പണ്ട് നമ്മൾ നോക്കിയാൽ ജവഹർലാൽ നെഹ്റു അല്ലെങ്കിൽ മഹാത്മാഗാന്ധി അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഉണ്ടായി വന്നിട്ടുള്ളൊരു സംവിധാനം, അതിന് സമൂഹത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാട്. ഇന്ന് അവരൊന്നുമല്ല നേതാവ്. അപ്പോൾ അതിനിപ്പോൾ ഒരാളെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, അതിന് കനുകോലു. അപ്പോൾ ആ മനുഷ്യൻ തന്നെ പറയുന്നത്, ഞാനൊന്നും നേരിട്ട് കണ്ടിട്ടില്ല, ഇപ്പോൾ ചിത്രത്തിലൂടെയൊക്കെ കണ്ടിട്ടുള്ളൂ, യുക്തിക്കൊരു പ്രാധാന്യമില്ല എന്നാണ്. വൈകാരികത കൊണ്ടേ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ പറയണത് എന്താ? യുക്തിയാണ് വേണ്ടത്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിൻ്റെ കാര്യകാരണ ബന്ധങ്ങളെ പരിശോധിച്ച് അതിന് മനുഷ്യന് ഗുണപരമായ രീതിയിൽ മാറ്റി തീർക്കുക, പിഴവുകൾ തിരുത്തുക, അങ്ങനെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് നമ്മൾ സ്വീകരിച്ചു വരുന്നത്. പക്ഷേ കോൺഗ്രസ് ഇവിടെ അനുവർത്തിക്കുന്ന ഒരു രീതി കുറച്ചു കാലങ്ങളായിട്ട് യുക്തി വേണ്ട, വൈകാരികത ഉപയോഗിച്ച് ജനങ്ങളുടെ വൈകാരിക ഭാവത്തെ തൊട്ടുണർത്തി അതിനെങ്ങനെ വോട്ടാക്കി മാറ്റാൻ സാധിക്കും, അതാണ് ഇവിടെ പരിശോധിക്കുന്നത്. നേരെ ആ കനകോലുവിനെ തന്നെ പല ഘട്ടങ്ങളിലും CPIM ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥ വരും. നേരത്തെ കിണറിനകത്ത് ഇറങ്ങിയിട്ട് വോട്ട് ചോദിച്ചത് അതിന് മുമ്പുള്ളത്. പക്ഷേ ഇപ്പോൾ MV ഗോവിന്ദ മാസ്റ്റർ നിൽക്കുന്ന ഒരു വേദിയിലേക്ക് ഒരു വ്യക്തിയെ കടത്തി വരികയും അതൊരു റീലായിട്ട് മാറുകയും ചെയ്യുന്നത് താരതമ്യം ചെയ്യപ്പെട്ടു വരുന്നു. അതായത് കോൺഗ്രസ്സിലുള്ള നേതാക്കൾ പലരും വളരെ അതിവൈകാരികവും പൈങ്കിളിവൽക്കരിക്കപ്പെട്ടതുമായിട്ടുള്ള റീലുകൾ ചിത്രീകരിച്ചുകൊണ്ട് ജനസമ്മതി നിർമ്മിക്കാൻ ശ്രമിക്കുന്നു. അതിൻ്റെ പിറകിൽ കനകോലുവാണെന്ന് പറയുന്നു. സ്വാഭാവികമായിട്ടും അതിന് തത്തുല്യം അതാണ് ശരിയെന്ന് വിചാരിക്കുന്ന രീതിയിലേക്ക് CPIMലെ നേതാക്കൾക്ക് പോലും പോകേണ്ടി വരുന്നു. ആ സാമൂഹ്യ മാധ്യമ യാഥാർത്ഥ്യത്തിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് പോയില്ലെങ്കിൽ ഈ വൈകാരികതയുടെ വലിയ വേലിത്തള്ളലിൽ നമ്മൾ തകർന്നു പോകുമെന്ന് CPIM അണികൾ പോലും വിശ്വസിക്കുന്ന അവസ്ഥ വന്നാൽ എന്ത് ചെയ്യും? ഒരിക്കലുമില്ല. CPM അനുവർത്തിച്ച് വരുന്നൊരു രീതി
ജനങ്ങളോട് ഇതൊക്കെയാണ് ഞങ്ങളുടെ അജണ്ട. ഇപ്പോൾ നമ്മൾ ആദ്യം സംസാരിച്ചപ്പോൾ തുടങ്ങിയത് കേരള അന്താരാഷ്ട്ര പഠന കോൺഗ്രസിനെ കുറിച്ചാണ്. 94 തുടങ്ങിയതാണ്. 5ാമത്തെ പഠന കോൺഗ്രസ്സാണ് ഇപ്പോൾ അവസാനിച്ചത്. ആ പഠന കോൺഗ്രസിൻ്റെ ലക്ഷ്യം എന്താ? കേരളത്തിൻ്റെ വളർച്ചയെ കൂടുതൽ ഉയർച്ചയിലേക്കും കൂടുതൽ മികവിലേക്കും കൊണ്ടുപോകുക എന്നുള്ളതാണ്. സർക്കാർ കാര്യം മുറ പോലെ എന്നുള്ളത് നമ്മളുടെ ഒരു വാചകമായിരുന്നു ഒരു കാലത്ത്. ഇന്നതല്ല. സർക്കാർ കാര്യം ഏറ്റവും മികവുറ്റതും കാര്യക്ഷമവും അതിവേഗവും ആണ് എന്നതാണ്. ഇതാണ് CPMൻ്റെ ലക്ഷ്യം. ഒരു പക്ഷേ ഭരണം കിട്ടാം, ഭരണം കിട്ടാതിരിക്കാം. ഇത് രണ്ടാണെങ്കിലും ഈ ഇടതുപക്ഷം ഇവിടെ തന്നെ ഉണ്ടാവും, ജനങ്ങളുടെ ഒപ്പം ഉണ്ടാവും.